3 ജില്ലാ പഞ്ചായത്തുകളിൽ നിന്നും 7 ജില്ലാ പഞ്ചായത്തുകളിലേക്ക് തങ്ങളുടെ ലീഡ് നില 2020 നിന്നും 2025 എത്തുമ്പോൾ UDF-ന് ഉയർത്താൻ സാധിക്കുന്നു. 7 ജില്ലാ പഞ്ചായത്തിലാണ് UDF മുന്നിട്ട് നിൽക്കുന്നത്, 6-ൽ LDF. മുനിസിപ്പാലിറ്റികളിൽ വരികയാണെങ്കിൽ കഴിഞ്ഞ തവണ 43 LDF, 41 UDF എന്ന സ്ഥാനത്ത് നിന്ന് 46 UDF, 30 LDF എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കോർപ്പറേഷൻ കഴിഞ്ഞ തവണ 5 LDF, 1 UDF എന്ന സ്ഥാനത്ത് നിന്ന് 4 UDF, 1 LDF, 1 ND എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ 1 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ പറയുന്നത് പോലെ ഒരു കോർപ്പറേഷനിൽ ഈ പറയുന്ന ആരാണ് LDF മുന്നിട്ട് നിൽക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് NDA മുന്നിട്ട് നിൽക്കുന്നു, തൃശ്ശൂർ UDF മുന്നിട്ട് നിൽക്കുന്നു, പാലക്കാട് LDF മുന്നിട്ട് നിൽക്കുന്നു, പാലക്കാട് LDF മുന്നിട്ട് നിൽക്കുന്നു. പാലക്കാട് LDF മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് നമുക്ക് സാക്ഷ്യം വഹിക്കുക. തിരുവനന്തപുരം എനിക്കൊന്ന് കൊല്ലം കോർപ്പറേഷന്റെ ഒരു അവസ്ഥ കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കൊല്ലം കോർപ്പറേഷന്റെ ഒരു അവസ്ഥ. കൊല്ലത്ത് UDF തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. കോഴിക്കോട് UDF തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. കോഴിക്കോട് നിലവിലെ അപ്ഡേഷൻ വളരെ പെട്ടെന്ന് പ്രേക്ഷകർക്ക് നൽകാം. കോഴിക്കോട് LDF ആണെന്ന് തോന്നുന്നു അല്ലേ? LDF ആണ്. കോഴിക്കോട് ക്ഷമിക്കണം. ഷൊർണൂരിൽ BJP-യെ ഞെട്ടിച്ചുകൊണ്ട് LDF ഭരണം തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഷൊർണൂരിൽ BJP-യെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. LDF അവിടെ ഭരണം തിരിച്ചു പിടിച്ചിരിക്കുന്ന എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കാനുള്ളത്. അപ്പൊ കോഴിക്കോട് കോർപ്പറേഷനുകളിൽ കോഴിക്കോട് മാത്രമാണ് ഇപ്പോൾ LDF മുന്നിട്ട് നിൽക്കുന്നത്. കൊല്ലം UDF, തൃശൂർ UDF, എറണാകുളം UDF, തിരുവനന്തപുരം NDA, കണ്ണൂർ UDF. കോർപ്പറേഷനുകൾ നഗര ഹൃദയങ്ങൾ കവർന്നെടുത്തുകൊണ്ട് UDF-ന്റെ ഒരു തേരോട്ടം. ഒപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങളിലെ നാട്ടിൻപുറങ്ങളിലെ LDF കോട്ടകൾ തകർത്തെറിഞ്ഞുകൊണ്ട് വലിയൊരു മുന്നേറ്റം UDF-ന് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിലെ അപേക്ഷിച്ച് NDA-ക്കും വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ, പല പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുന്നു, പല കോർപ്പറേഷനുകളിൽ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നു, ചില മുനിസിപ്പാലിറ്റികളിൽ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നു, ചില ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നു, ചില ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ ചോദിച്ച ചോദ്യം, ആര് വീഴും, ആര് നിലനിൽക്കും, ആര് ചിരിക്കും, ആര് കരയും? തീർച്ചയായിട്ടും ഇപ്പോൾ ചിരിക്കാനുള്ള വക തീർച്ചയായിട്ടും UDF-നാണ്. അതിനുശേഷം ചിരിക്കാൻ എനിക്ക് തോന്നുന്നു NDA-ക്കും അല്പമെങ്കിലും ചിരിക്കാൻ സാധിക്കും. നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു NDA ശക്തമായി അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് അടിത്തട്ടിലുള്ള വർക്ക് അത്രത്തോളം ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് വോട്ട് വിഹിതം ഉയർത്തും. ചില അല്ലറ ചില്ലറ തോൽവികളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ വോട്ട് വിഹിതം ഉയർത്തും, പെർസെന്റേജ് ഉയർത്തും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്നുള്ള കാര്യം ആണ്. പക്ഷേ പാലക്കാട് NDA-ക്ക് വലിയ തിരിച്ചടിയാണ്. പാലക്കാട് കിട്ടിയില്ലെങ്കിൽ വലിയ തിരിച്ചടി തന്നെയാണ്. LDF ആണ് അവിടെ മുന്നിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് പക്ഷേ ഇപ്പൊ വന്ന ഒരു അപ്ഡേഷൻ NDA ഒരു സീറ്റിന് മുന്നിട്ട് നിൽക്കുന്നു. അത് NDA 7, LDF 6 എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ. കൊല്ലത്ത് UDF മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ UDF-ന്റെ ഒരു തേരോട്ടം തന്നെ എവിടെയും പറയാം. ശരിക്കും VD സതീശനെ ഒന്ന് നിവർന്ന് നിൽക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അത്